വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാർ ആനയിറങ്കൽ ഡാമിന് സമീപം വൻതോതിൽ മാലിന്യ നിക്ഷേപം. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. മാലിന്യ നിക്ഷേപം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു. വലിയ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന മാലിന്യ നിക്ഷേപത്തിന് അധികൃതരുടെ മൗനസമ്മതവുമുണ്ട്. ടൗൺ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കരാറുകാർ നേരിട്ട് ആനയിറങ്കൽ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയാണ്. മേഖലയിലുള്ള നൂറുകണക്കിന് റിസോർട്ടുകളിൽ നിന്നുള്ള മാലിന്യവും തള്ളുന്നത് ഇവിടെ തന്നെ. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാർ ചിന്നക്കനാൽ ആനയിറങ്കൽ ഡാമിന്റെ ഈ പരിസരത്ത് വനപ്രദേശത്ത് മൂന്നാർ ചിന്നക്കനാൽ പഞ്ചായത്തും ഇവിടുത്തെ റിസോർട്ടുകളും തള്ളുന്ന വേസ്റ്റാണ് ഈ കാണുന്നത്. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കണമെന്ന് റിസോർട്ടുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. ആനയിറങ്കൽ ജലാശയത്തിന് ഏതാണ്ട് 200 മീറ്റർ മുകളിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. മഴവെള്ളത്തിലും മറ്റും ഇവ ഒലിച്ചിറങ്ങുന്നത് നേരെ ജലാശയത്തിലേക്കും. ഇവിടെ ധാരാളം കാട്ടുമൃഗങ്ങൾ വന്ന് വസിക്കുന്ന ഒരു ഏരിയയിൽ ഈ വേസ്റ്റ് തള്ളുന്നതിനാൽ കാട്ടുമൃഗങ്ങൾ ഇത് തിന്ന് അപകടം ഉണ്ടാകാനും ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്തേക്ക് വരാതിരിക്കാനും ഉള്ള ഒരു കാരണമാണ്. ആനകൾ ധാരാളമായി വന്ന് മേയുന്ന ഒരു സ്ഥലമാണിത്. ഈ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും നിമിത്തം അതുങ്ങൾക്ക് രോഗം വരാനും ഇത് തിന്ന് ചാകാനും മറ്റും ഇടയുള്ളതാണ്. ആനയടക്കമുള്ള നിരവധി വന്യമൃഗങ്ങൾ ഈ മേഖലയിൽ വിഹരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് മൂലം മൃഗങ്ങൾ ചത്തുപോകാനുള്ള സാഹചര്യവും ഇവിടെയുണ്ട്. മാലിന്യ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിനായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഗ്രീൻ കെയർ കേരള സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഷാജർ പറഞ്ഞു. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.